വിശ്വ മ്യൂസിക്കിന്റെ പാട്ട് കേൾക്കാം. ഒരു ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് കേൾക്കണേ. ഞാൻ കാര്യം പറയാം, ഉള്ള പോലെ പറയണം. നല്ലതാണോ നല്ലതാന്ന് പറയണം. അർജു മ്യൂസിക് വീഡിയോ എടുക്കാൻ തുടങ്ങിയോ? ഓക്കെ, വിശ്വ മ്യൂസിക്. എന്തെല്ലാം ഓനെ കാണുമ്പോ നമുക്ക് ചിരി വരും. മറ്റേത് ഓർമ്മ വരുന്നത് കാണാനൊരു വലിയ സാധനം ഓർമ്മ വരും. ആ പ്രശ്നം ഇതെങ്ങനെ ഒന്ന് മറക്കും. അതൊക്കെ എനിക്ക് സത്യം എനിക്ക് ഓണസ്റ്റ് ആയിട്ട് എനിക്ക് ഒരു ജഡ്ജ്മെന്റ് ഇല്ലാത്ത ഇത് ചെയ്യണം എന്നുണ്ടടാ. എനിക്കൊരു എടാ മക്കളെ വക്കീലേ സൗണ്ട് പൊല്യൂഷൻ ബ്രോ, അല്ലെങ്കിൽ തന്നെ സൗണ്ട് ഇത് പറയുന്നത്. താങ്ക് യു ബ്രോ. തൊപ്പി സൗണ്ടൊക്കെ ഓക്കെ. നീ ഊമ്പാതല്ലേ എന്താടാ സഹായം ചെയ്തോ തന്നോണ്ട് നീ തെറി വിളിക്കാൻ തന്നെ. ഓന്റെ പേര് നോക്കിയാ പന്നോന്റെ പേര് എന്താ ഇങ്ങനെല്ലാം പേരിടുന്നത്. ഓക്കെ, വിശ്വ മ്യൂസിക് നോക്കട്ടെ. Bro. എന്താണ് ഇത്? നല്ല ഉണ്ടല്ലോ. നല്ല വൈബ് സാധനം കിട്ടുന്നില്ലേ? നല്ല നെരിപ്പ്. നിന്റെ നാക്ക് വെട്ടിക്കും. എടാ നമുക്ക് നല്ല വൈബ് വരുന്നുണ്ട്. എടാ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇവരെ മോശം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കാണാൻ തുടങ്ങിയത്. അടുത്ത് എടാ ഇങ്ങനത്തെ സാധനങ്ങൾ പിന്നെയും ഇറക്കുന്നത്. ഇവൻ ആ മറ്റേ സാധനം ഇറക്കി നമ്മളെ മൈൻഡിൽ ആ സാധനം ഉള്ളോണ്ടല്ലേ. ഞാൻ കേട്ടില്ല. നീ കേട്ടില്ലല്ലേ? ഇന്ന് എന്റെ അതിന്റെ വീഡിയോ കണ്ടിട്ടില്ല. അതിങ്ങനെ മൈൻഡിൽ ഉള്ളോണ്ടാന്ന് തോന്നുന്നു. എനിക്ക് മാത്രം ചാറ്റ് പറ. WRL സോങ് പറ. ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഒരു വീഡിയോ ഇവനെന്താ ഈ എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്റെ ഡിപ്രഷൻ? എന്താ പറ. നാളെ ഇനോഗ്രേഷന് ടെൻഷൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്? സ്റ്റേജ് കയറാൻ പേടിച്ചിട്ട് ഇരിക്കുന്നല്ലേ അല്ലേ? അതന്നെയാണ് പ്രശ്നം. തൊപ്പി അവന്റെ മുമ്പേ സോങ് ഒന്ന് മാറ്റും പ്ലീസ്. അങ്ങനെ അത്ര മോശമൊന്നല്ല. നേരെ കേട്ടതാ നേരെ നല്ല സോങ്. നേരെ അവലോ മോനെ നേരെ അല്ല അടിപൊളി സോങ് കേട്ടോ. കാര്യം പറയാം, നേരെ നമുക്ക് കേട്ടാലോ. പിന്നെ ഞാൻ അടിക്കുന്നതാണ് കടന്നു സൗണ്ട് ഒരു കൊക്ക് പോലത്തെ ആ സൗണ്ടും പ്രശ്നം. ഈ വള്ളിയുടെ സോങ്ങിന് ലൈവിൽ ഇടല്ലേ തൊപ്പി. അല്ലെങ്കിൽ പിന്നെ ഇവ അറിഞ്ഞും കൊണ്ട് ഇതിങ്ങനെ ഇറക്കുന്നത് നെഗറ്റീവ് മാർക്കറ്റിംഗ് മാത്രം സംഭവം. അത് സ്ട്രാറ്റജി ആയിരിക്കും, ചിലപ്പോ അതായിരിക്കും.